നമസ്കാരം. ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2021 ജനറൽ പേപ്പറിലെ ചോദ്യങ്ങളാണ്. MCQ ഫൈനൽ സെമസ്റ്റർ MCQ EJU 14 അല്ലെങ്കിൽ ജനറൽ പേപ്പർ ഇതിനകത്തുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ആൻ ഇൻഡിവിജ്വൽ ഹു ക്രിയേറ്റ്സ് എ ന്യൂ ബിസിനസ് തുടങ്ങിയ അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയ ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ ബിയറിംഗ് മോസ്റ്റ് ഓഫ് ദ റിസ്ക് എടുക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ആരെക്കുറിച്ചാണ് പറയുന്നത്? ഓൺട്രപ്രണറിനെ കുറിച്ചാണ് പറയുന്നത്. ഓൺട്രപ്രണർഷിപ്പ് എഡ്യൂക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്ന, റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന വ്യക്തിയായിരിക്കും എന്തെന്ന് പറയുന്നത് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് അഗെയിൻസ്റ്റ് പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് എ ടീച്ചർ? പ്രൊഫഷണൽ എത്തിക്സിന് വിരുദ്ധമായിട്ടുള്ളത് ഏതാണ്? സബ്ജക്റ്റീവ് അല്ല. അധ്യാപകൻ എന്താകണം? അധ്യാപകൻ ഒബ്ജക്റ്റീവ് ആകണം, വസ്തുനിഷ്ഠതയുള്ള ആയിരിക്കണം. റെസ്പെക്ട് വേണം, ഒബ്ജക്റ്റിവിറ്റി വേണം, എംപതി, മറ്റുള്ളവരെ കൺസിഡർ അതേഴ്സ്, അതാണ് എംപതി. എംപതി എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ഇന്റലിജൻസിന്റെ ലക്ഷണമാണ്. ഇമോഷണൽ ഇന്റലിജൻസ്. അതുപോലെ തന്നെ എംപതി എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്കില്ലാണ്. 10 ലൈഫ് സ്കിൽസ് പറയുന്നുണ്ട് നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതിലൊരു സ്കില്ല് കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ലൈഫ് സ്കില്ല് കൂടിയാണ് എംപതി. വെൻ ഡു വി സെലിബ്രേറ്റ് വേൾഡ് എൻവയോൺമെന്റ് ഡേ? മൂന്നാമത്തെ തവണയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്നാണ്? ജൂൺ 5 തീയതിയാണ്. ഓക്കെ. സെപ്റ്റംബർ 5 ആരുടെ ബർത്ത്ഡേ ആണ്? സെപ്റ്റംബർ 5 രാധാകൃഷ്ണന്റെ ബർത്ത്ഡേ ആണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ബർത്ത്ഡേ ആണ്. ആ ദിവസത്തെ നമ്മൾ എന്ത് വിളിക്കും? ടീച്ചേഴ്സ് ഡേ എന്ന് വിളിക്കും. ടീച്ചേഴ്സ് ഡേ. നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബർത്ത്ഡേ ആണ്. അദ്ദേഹം ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. നവംബർ 11. മാർച്ച് 8 വനിതാ ദിനമാണ്. വുമൻസ് ഡേ. മാർച്ച് 8 വനിതാ ദിനമാണ്, ഓർത്ത് വെച്ചിരിക്കുക. ജനുവരി 26 നിങ്ങൾക്കറിയാം, റിപ്പബ്ലിക് ഡേ ആണ്. ഓഗസ്റ്റ് 15 എന്താണ്? ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ജനുവരി 15 റിപ്പബ്ലിക് ഡേ ആണ്. മാർച്ച് 8 വിമൻസ് ഡേ ആണ്. ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്, പരിസ്ഥിതി ദിനമാണ്. സെപ്റ്റംബർ 5 രാധാകൃഷ്ണന്റെ ബർത്ത്ഡേ ആണ്, ടീച്ചേഴ്സ് ഡേ ആണ് ഇന്ത്യയിൽ. നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബർത്ത്ഡേ ആണ്, നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. അപ്പോൾ ജൂൺ 5 തീയതിയാണ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഫൗണ്ടർ ഓഫ് നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ് അല്ലെങ്കിൽ കൗൺസിലിംഗിൽ തന്നെ 3 ടൈപ്പുകളാണുള്ളത്. ഡിറക്റ്റീവ് അപ്രോച്ച്, നോൺ ഡിറക്റ്റീവ് അപ്രോച്ച് ആൻഡ് എക്ലക്റ്റിക് കൗൺസിലിംഗ്. ഓക്കെ, ഡിറക്റ്റീവ്, നോൺ ഡിറക്റ്റീവ്, എക്ലക്റ്റിക്, ഇങ്ങനെ 3 ടൈപ്പുകളാണ് ഉള്ളത്. അപ്പോൾ കൗൺസിലിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്രോച്ചാണ് നോൺ ഡിറക്റ്റീവ്. അതായത് വ്യക്തിക്ക് അല്ലെങ്കിൽ കൗൺസിലി എന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് ആർക്കാണ് ആവശ്യമുള്ളത്? കൗൺസിലി സെന്റേർഡ് അല്ലെങ്കിൽ ക്ലയന്റ് എന്നും പറയും. ക്ലയന്റ് സെന്റേർഡ് അല്ലെങ്കിൽ പേഴ്സൺ ആരാണോ എടുക്കുന്നത്, പേഴ്സൺ സെന്റേർഡ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെന്റേർഡ് കൗൺസിലിംഗിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നോൺ ഡിറക്റ്റീവ് എന്ന് വിളിക്കുന്നത്. നോൺ ഡിറക്റ്റീവിന്റെ മറ്റു പേരുകളാണ് കൗൺസിലി സെന്റേർഡ്, ക്ലയന്റ് സെന്റേർഡ്, പേഴ്സൺ സെന്റേർഡ്, ഇൻഡിവിജ്വൽ സെന്റേർഡ് കൗൺസിലിംഗ്, നോൺ ഡിറക്റ്റീവ് മോഡൽ. അപ്പോൾ ഇവിടെ ക്ലയന്റിന് വളരെ ഫ്രീഡം ഉണ്ട്, എന്ത് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും. ഇത് കൊണ്ടുവന്നത് കാൾ റോജേഴ്സ് ആണ്. കാൾ റോജേഴ്സ് ഹ്യൂമനിസ്റ്റിക് സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ വരുന്നതാണ്. ഹ്യൂമനിസ്റ്റിക്കിൽ വരുന്നതാണ്. ഇദ്ദേഹത്തിന്റെ തിയറിയാണ് സെൽഫ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. അതുപോലെ തന്നെ ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ് എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ കൊണ്ടുവന്നത് കാൾ റോജേഴ്സ് ആണ്. സെൽഫ് ഇനിഷ്യേറ്റഡ് ലേണിംഗ്. സെൽഫ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൾ റോജേഴ്സിനെ എഴുതണം. സെൽഫ് ഇനിഷ്യേറ്റഡ് ലേണിംഗ് ആരുടേതാണ്? സെൽഫ് ഇനിഷ്യേറ്റഡ് ലേണിംഗ് കാൾ റോജേഴ്സിൻ്റെതാണ്. അപ്പോൾ കാൾ റോജേഴ്സ് കൊണ്ടുവന്ന ഒരു പുതിയ കൗൺസിലിംഗ് രീതിയാണ് ശരിക്കും നോൺ ഡിറക്റ്റീവ് മോഡൽ എന്ന് പറയുന്നത്. നോൺ ഡിറക്റ്റീവ് മോഡൽ കൊണ്ടുവന്നത് കാൾ റോജേഴ്സ് ആണ്. ഓക്കെ. ഗൈഡൻസ് പ്രോഗ്രാം കൊണ്ടുവന്ന ആരാണ്? ഗൈഡൻസ് പ്രോഗ്രാമിന്റെ ഫാദർ എന്ന് പറയുന്നത് ഫ്രാങ്ക് പാർസൺസ് ആണ്. ഗൈഡൻസ് പ്രോഗ്രാം കൊണ്ടുവന്നത് ഫ്രാങ്ക് പാർസൺസ് ആണ്. ഓക്കെ. ഈ ഗൈഡൻസ് പ്രോഗ്രാമിന്റെ ഹാർട്ട് എന്നറിയപ്പെടുന്ന സംഭവമാണ് കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറാപ്പി എന്ന് പിന്നെ പറയും. ഗൈഡൻസ് പ്രോഗ്രാമിന്റെ ഹാർട്ടാണ് തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫിസിയോളജിക്കൽ കോസ് ഓഫ് ഹൈറ്റൻഡ് ഇമോഷണാലിറ്റി അമംഗ് അഡോളസൻസ്? അപ്പോൾ ഫിസിയോളജിക്കലി എന്താണ് ഈ പറയുന്ന സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്ട്രോം ആൻഡ് സ്ട്രെയിറ്റിന് കാരണം? അഡോളസൻസിലെ കുട്ടികളുടെ തിക്കും തിരക്കിനും അല്ലെങ്കിൽ പ്രക്ഷുബ്ധതകൾക്ക് കാരണം അവരുടെ ഗ്ലാൻഡുലാർ ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ്. അവരിൽ റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് അവരെ എന്ത് ചെയ്യുന്നത്? അവരെ ടർബുലൻസിലോട്ട് തള്ളിവിടുന്നത്. ഗ്രന്ഥികളുടെ മാറ്റങ്ങൾ.
വാട്ട് ടൈപ്പ് ഓഫ് റിസർച്ച് എ ടീച്ചർ കണ്ടക്ട്സ് ടു സോൾവ് ദ പ്രോബ്ലം റിലേറ്റഡ് ടു ക്ലാസ് റൂം? എത്ര പ്രാവശ്യമാണ്? 5-ലധികം തവണ നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടു. ക്ലാസ്സിൽ ഉണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കുന്നത് ആക്ഷൻ റിസർച്ച് ആണ്. ആക്ഷൻ റിസർച്ച്. ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. മുൻ ക്ലാസ്സുകളിൽ, മുൻ വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് യുവർ റിസർച്ച്. ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടി. അതെന്താണ്? അത് ഹൈപ്പോതീസിസ് ആണ്. ഹൈപ്പോതീസിസ്. ഹൈപ്പോതീസിസ് എന്തിനെ കുറിച്ച് പഠിക്കുന്നു? റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം പഠിക്കുന്നതാണ് ഹൈപ്പോതീസിസ്. ഹൈപ്പോതീസിസ് പലതരത്തിലുണ്ട്. ബേസിക്കലി എന്താണ്? സിമ്പിൾ ഹൈപ്പോതീസിസ്, 2 വേരിയബിൾ ആണുള്ളതെങ്കിൽ സിമ്പിൾ ഹൈപ്പോതീസിസ്, 2-ലധികം വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് കോംപ്ലക്സ് ഹൈപ്പോതീസിസ്. അതൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇനി വേരിയബിൾസ് അല്ലെങ്കിൽ വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷനും ഇല്ല, വേരിയബിൾസ് തമ്മിൽ നോ റിലേഷൻ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നൾ ഹൈപ്പോതീസിസ്. നൾ ഹൈപ്പോതീസിസ്. ഓക്കെ, ഹൈപ്പോതീസിസ്. ഹൈപ്പോതീസിസ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ക്രിയേറ്റീവ് ഗസ് ആണ്. ക്രിയേറ്റീവ് ഗസ്. ഓക്കെ, ക്രിയേറ്റീവ് ഗസ് ആണ് ഹൈപ്പോതീസിസ് മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. മെറ്ററോളജിക്കൽ, കാലാവസ്ഥാപരമായിട്ടുള്ള ഒരു ഹസാഡ് ഏതാണ്? മെറ്ററോളജിക്കൽ ആയിട്ടുള്ള ഹസാഡാണ് ടൊർണാഡോ. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. മെറ്ററോളജിക്കൽ അല്ലെങ്കിൽ കാലാവസ്ഥാ പഠനത്തെയാണ് മെറ്ററോളജി എന്ന് പറയുന്നത്. മെറ്ററോളജി, സ്റ്റഡി ഓഫ് ക്ലൈമറ്റിനെ കുറിച്ചുള്ള പഠനം. അപ്പോൾ മെറ്ററോളജിക്കലായിട്ട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ടൊർണാഡോ. വിച്ച് ഫേസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ് ആക്ഷൻസ് ടേക്കൻ ടു പ്രിവെന്റ് ഓർ റിഡ്യൂസ് കോസ്, ഇമ്പാക്ട് ആൻഡ് കോൺസിക്വൻസസ്. അപ്പോൾ എന്താണ്? പരമാവധി നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നത് മിറ്റിഗേഷൻ എന്നാണ്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യുക? ലിമിറ്റ് ചെയ്യുക ആണ്. ലിമിറ്റിംഗ് ദ കോൺസിക്വൻസസ് ഓഫ് ഡിസാസ്റ്റർ. അതിനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. മിറ്റിഗേഷൻ. മീഡിയൻ സ്കോർ കാണാൻ ചോദിച്ചിട്ടുണ്ട്. മീഡിയൻ എന്താണ്? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 9. ഇതിൽ ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: വാല്യൂസ് ആർ സെറ്റ് ഓഫ് ബിലീഫ്സ് അബൌട്ട് റൈറ്റ് ആൻഡ് റോങ്. ശരിയും തെറ്റും പറയുന്നതാണ് വാല്യൂസ്, മൂല്യങ്ങൾ. ശരിയാണ്. ശരി തെറ്റുകളെ കുറിച്ച് പറയുന്നതാണ് വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങൾ. വാല്യൂസിനെ കുറിച്ചുള്ള പഠനമാണ് ആക്സിയോളജി. വാല്യൂസ് സെർവ് ഇൻ ഗൈഡിംഗ് ഫോഴ്സ് ഇൻ ലൈഫ്. എല്ലാവരിലും നമ്മുടേതായിട്ടുള്ള വാല്യൂസ് നമുക്കുണ്ട്. ശരിയാണ്. വാല്യൂസ് ആർ റൂൾസ് ഓർ ലോസ് യൂണിവേഴ്സൽ ഇൻ ക്യാരക്ടർ. യൂണിവേഴ്സൽ ആണോ? എല്ലായിടത്തും എല്ലാവർക്കും ഒരുപോലെ വാല്യൂ ഉണ്ടോ? അത് നമുക്കറിയില്ല. വാല്യൂസ് വേരി ഫ്രം കൾച്ചർ ടു കൾച്ചർ. അപ്പോൾ ഇത് ശരിയാണ്. കൾച്ചർ ടു കൾച്ചർ, ഓരോ സംസ്കാരവും മാറുന്നതിനനുസരിച്ച് വാല്യൂസ്, മൂല്യങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 3 തെറ്റാണ് അല്ലേ? യൂണിവേഴ്സൽ അല്ല. എന്താണ്? കോൺടെക്സ്ച്വൽ ആണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വാല്യൂസ് മാറും. സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വാല്യൂസ് മാറും എന്നതാണ്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ യൂസിങ് സ്ട്രിപ്പുകൾ ഉപയോഗിച്ചുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെ ബാർ ഗ്രാഫ് എന്ന് പറയും. സ്ട്രിപ്പുകൾ ഉപയോഗിച്ചുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ബാർ ഗ്രാഫ്. ഡയറ്റ്, അത് ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എല്ലാ ഏരിയാസും നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു നല്ല രീതിയിലുള്ള ഒരു കോച്ചിങ്, ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഇഗ്നിയസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ തുച്ഛമായ ഫീസ് മാത്രമേ അതിനുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ്സിൻ്റെ ഭാഗമാകുക. നല്ല രീതിയിൽ വിശാലമായിട്ട് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് മോഡൽ എക്സാം ഒക്കെ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മോഡൽ എക്സാംസ് ചെയ്ത് റെലവൻ്റ് ആയിട്ടുള്ള മറ്റ് അഡീഷണൽ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നിങ്ങൾക്ക് പഠിച്ച് മുന്നേറാം. ഒരു പേടിയില്ലാതെ വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗമാകുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡയറ്റ് കണ്ടെയ്നിങ് റൈറ്റ് എമൗണ്ട് ഓഫ് എനർജി, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, ഫൈബർ, വിറ്റാമിൻ, മിനറൽസ്. അതായത് എല്ലാം ഉൾപ്പെടുത്തുന്ന ഡയറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? എല്ലാം ഉൾപ്പെടുത്തിയാൽ സമീകൃത ആഹാരം എന്ന് പറയും മലയാളത്തിൽ. സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ്. സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, ബാലൻസ്ഡ് ഡയറ്റ്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആപ്ലിക്കബിൾ ടു ബാർ ഗ്രാഫ്? ബാർ ഗ്രാഫിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതാണ്? എന്താണ്? കമ്പാരിസൺ ഓഫ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാർ ഗ്രാഫ് ഉപയോഗിക്കുന്നത്. ക്രൈറ്റീരിയൻ റഫറൻസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ CRT നമ്മൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രൈറ്റീരിയൻ റഫറൻസ്ഡ് ടെസ്റ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു നോ ദ ആക്ച്വൽ അച്ചീവ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ എക്സ്പെക്റ്റഡ് അച്ചീവ്മെന്റ്. അതായത് നമ്മൾ നേരത്തെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരിക്കും. എടുക്കാൻ പറ്റിയോ? എടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രീ ഫിക്സഡ് ക്രൈറ്റീരിയ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അങ്ങോട്ട് പോയിട്ട് എടുക്കാൻ നോക്കും. അപ്പോൾ നമ്മുടെ ആക്ച്വൽ അച്ചീവ്മെന്റ് എന്താണ് എന്ന് നോക്കും.
എന്നാൽ എക്സ്പെക്റ്റഡ് അച്ചീവ്മെന്റ് എന്താണ്? H എടുക്കണം, അല്ലെങ്കിൽ 8 എടുക്കണം, അല്ലെങ്കിൽ കേട്ടിട്ട് പരീക്ഷയ്ക്കാണെങ്കിൽ 90 മാർക്ക് എടുക്കണം. ഇതാണ് എക്സ്പെക്റ്റഡ് അച്ചീവ്മെന്റ്. നമ്മുടെ ആക്ച്വൽ അച്ചീവ്മെന്റ് എത്രയാണ്, എക്സ്പെക്റ്റഡ് അച്ചീവ്മെന്റ് എത്രയാണ് എന്നത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ശരിക്കും ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. ഓക്കെ, അടുത്ത മറ്റൊരു ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ്ഡ് ടു ഗാദർ ഇൻഫർമേഷൻ ഫ്രം എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ? ഒരുപാട് പേരിൽ നിന്ന് നിങ്ങൾക്ക് ഡേറ്റ കളക്ട് ചെയ്യണമെങ്കിൽ, ഒരുപാട് പേരാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്നത് സർവേ ആണ്. സർവേ, നിങ്ങളുടെ പോപ്പുലേഷൻ്റെ സ്ട്രെങ്ത്, പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, വളരെ ലാർജ് ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സർവേ ഉപയോഗിക്കാം. ഏറ്റവും വലിയ സർവേ ആണ് സെൻസസ്. ഇന്ത്യയിൽ 10 വർഷത്തിൽ ഒരിക്കലും സെൻസസ് നടത്താറുണ്ട്. സെൻസസ് ആണ് ഏറ്റവും വലിയ സർവേ എന്ന് പറയുന്നത്. ഇനി സർവേ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആണ്, അതായത് നമുക്ക് നമ്പർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, നമ്പർ ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ഒബ്സർവബിൾ ആണ്, നമ്പർ ഉപയോഗിച്ച് ഒബ്സർവബിൾ ആണ്. അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ വളരെ വലുതാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നു? സർവേ ഉപയോഗിക്കുന്നു. സർവേ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൂളാണ്. നമ്മുടെ പോപ്പുലേഷൻ വളരെ വലുതാകുമ്പോൾ നമുക്ക് സെൻസസ് പോലെയുള്ള വലിയ വലിയ സർവേകൾ ഉപയോഗിക്കാൻ പറ്റും. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് യൂസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കളക്ഷൻ, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഇൻഫർമേഷൻ യൂസ്, ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെഷർമെന്റ്, ഇവാലുവേഷൻ എന്ന ഭാഗമൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക, അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. അടുത്തൊരു ചോദ്യം. ഹൂസ് തിയറി പോസ്റ്റുലേറ്റ്സ് ദാറ്റ് സോഷ്യൽ ഇന്ററാക്ഷനെ കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ലേണിംഗിനകത്ത് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ സൊസൈറ്റൽ ഫാക്ടേഴ്സിന് പ്രാധാന്യമുണ്ട്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ് ഇവിടുത്തെ ചോദ്യം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരുടെ തിയറിയാണ്? വൈഗോട്സ്കിയുടെ തിയറിയാണ്. ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഫാദറാണ് വൈഗോട്സ്കി. വൈഗോട്സ്കിയുടെ തിയറിയാണ് സോഷ്യോ കൾച്ചറൽ തിയറിക്കകത്ത് അദ്ദേഹം 3 ഫാക്ടേഴ്സ് ആണ് ലേണിങ്ങിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ലാംഗ്വേജ് ഒന്ന് ലാംഗ്വേജ് ആണ്, 2 സോഷ്യൽ ഇന്ററാക്ഷൻ, 3 എന്ന് പറയുന്നത് എന്താണ്? കൾച്ചർ. ഓക്കെ, ലാംഗ്വേജ്, സോഷ്യൽ ഇന്ററാക്ഷൻ, കൾച്ചർ ഷെയപ്പ് ഓൺസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഒരു വ്യക്തിയുടെ ബൗദ്ധിക വികാസത്തെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളെക്കുറിച്ച് സോഷ്യോ കൾച്ചറൽ തിയറിക്കകത്ത് വൈഗോട്സ്കി പറയുന്നു. ലാംഗ്വേജ്, സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് കൾച്ചർ എന്നിവയാണ് അത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇറിവേഴ്സിബിലിറ്റി എന്തിന്റെ പ്രത്യേകതയാണ്? അതായത് റിവേഴ്സിബിൾ പാറ്റേണിൽ ചിന്തിക്കാൻ പറ്റാത്തത്, അതാണ് ഇറിവേഴ്സിബിലിറ്റി. അത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെ പ്രത്യേകതയാണ്. അതായത് 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടിയുടെ പ്രത്യേകതയാണ് റിവേഴ്സബിലിറ്റി കിട്ടുന്നത് എപ്പോഴാണ്? റിവേഴ്സബിലിറ്റി കിട്ടുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് റിവേഴ്സബിലിറ്റി. ഓക്കെ, സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ പ്രത്യേകതയാണ് ഒബ്ജക്റ്റ് പെർമനൻസ് സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ പ്രത്യേകതയാണ്. ഹൈപ്പോതെറ്റിക്കൽ റീസണിങ് അല്ലെങ്കിൽ സയന്റിഫിക് റീസണിങ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അപ്പോൾ തെറ്റിപ്പോരുത്. ഇറിവേഴ്സബിലിറ്റി ഒരു പ്രശ്നമാണ്. ഇറിവേഴ്സബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? തിരിച്ച് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇറിവേഴ്സബിലിറ്റി എപ്പോഴാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. റിവേഴ്സബിലിറ്റി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലും ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈ വീഡിയോയിലെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരെയും നമ്മൾ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തുന്നു. സീറോ റിജക്ഷൻ പോളിസി, എല്ലാവരെയും ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തുന്നു. കേട്ടിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് മാർക്ക് ഗസ്പേർഡ് ആണ്. ഓർത്ത് വെച്ചേക്കുക, ഫാദർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നത് ഒബിഡ് ഡെക്രോളി. ഓക്കെ, എല്ലാവരെയും ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തുന്നു, അതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ എല്ലാവരെയും ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നെങ്കിൽ ഓപ്ഷൻ എന്തായിരിക്കും? നോൺ ഡിസേബിൾഡ് ആൻഡ് ഡിസേബിൾഡ്. ഡിസബിലിറ്റി ഉള്ളവരും ഡിസബിലിറ്റി ഇല്ലാത്തവരും എല്ലാ തരത്തിലുള്ള ലേണേഴ്സും ഒരു ക്ലാസ്സിനകത്ത് പഠിക്കുന്നു. സീറോ റിജക്ഷൻ പോളിസി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർത്തെടുക്കുക. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു.